ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം സാംസ് ചാപ്റ്റർ 86 വേഴ്സസ് 17, 86-ാം അധ്യായം 17-ാം വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ഈ പകലിൽ പരിശുദ്ധാത്മാവിൽ എന്നോടും നിങ്ങളോടും അറിയിപ്പുള്ള ദൂത്, വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മെനി പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിന് നടുവിൽ ഞാനും നിങ്ങളും, ദൈവത്തിന് മഹത്വം, ലജ്ജിച്ച് തല താഴ്ത്തണം എന്ന് ശത്രു ആഗ്രഹിക്കുന്നു. നമ്മൾ ലജ്ജിച്ച്, നമ്മൾ വി ആർ പുട്ട് ടു അഷെയിം, തല താഴ്ത്തി തകർന്നു പോകണമെന്ന് ശത്രു ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകളും നമ്മളെ ചിന്തിപ്പിക്കുന്നു. ലജ്ജിച്ച് തല താഴ്ത്തി തകർന്ന ഒരു അനുഭവമായി ചിലപ്പോൾ എൻ്റെ ജീവിതം പോകാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന് എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ, എന്നെയും നിങ്ങളെയും നന്മയുടെ ഒരു അടയാളമായി ഭൂമിയിൽ കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യു ആർ എ സൈൻ ഓഫ് ദ ഗുഡ് തിങ്സ്. യു ആർ എ സൈൻ ഓഫ് എ ഡെലിവറൻസ്. യു ആർ എ സൈൻ ഓഫ് എ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. ഒരു ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ, ദൈവം ഒരുവനെ വിടുവിച്ചാൽ, ദൈവം ഒരു ജീവിതത്തിൽ നന്മ നൽകി തന്നാൽ അത് എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു റോൾ മോഡലാക്കി ഇതിനെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഗോഡ്സ് പ്ലാൻ ഇസ് എബൗണ്ട് യുവർ ഇമാജിനേഷൻ. ചോദിച്ചതിലും നിറച്ചതിലും അത്യന്തപരമായാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു അടയാളമായി ദൈവം തന്നെ ഭൂമിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവിക പദ്ധതിക്ക് അനുകൂലമായൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനക്കാരൻ ഉയരുന്ന ഒരു പ്രാർത്ഥന. കർത്താവേ, ഞാൻ അറിയുന്നു എന്നെ ഒരു നന്മയുടെ അടയാളമായി അങ്ങ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ ഒരു നാളും ലജ്ജിച്ച് തല താഴ്ത്തുകയില്ല. ഞാൻ ലജ്ജിക്കുവാൻ അങ്ങ് അനുവദിക്കുകയില്ല. ഞാൻ തകർന്ന് വീഴുവാൻ അങ്ങ് സമ്മതിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മളിൽ നിന്നും ഉയരുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുക, കർത്താവിലേക്ക് വന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവർ തല താഴുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവർ തലയുയർത്തി ഒരു സൈന്യം പോലെ, യോദ്ധാക്കളെ പോലെ, രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ വാഴുന്നത് കാണുവാൻ ഉള്ള വലിയ പദ്ധതിയാണ് സ്വർഗം എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമെങ്കിൽ, സാംസ് ചാപ്റ്റർ 2-5 വരെ വായിക്കാമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ദൈവത്തിനും അവന്റെ അഭിഷക്തനും വിരോധമായി, ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നിന്നെ പകയ്ക്കുന്നവർ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു സൈന്യം നിനക്കെതിരെ മത്സരിക്കുകയും നിനക്ക് വിരോധമായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, നിനക്കെതിരെ മാത്രമല്ല, ദൈവത്തിന് വിരോധമായി അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിനും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ശത്രുവും ഭൂമിയിലെ അധികാരികളും രാജാക്കന്മാരും നിനക്കെതിരായി തന്ത്രങ്ങൾ മെനയുമ്പോൾ അവനെ കൊന്നുകളയുക, അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ചു കളയുക, അവനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ ചിരിക്കുന്നു. സ്തോത്രം. കർത്താവ് വരെ പരിഹസിക്കുന്നു. എന്താണ് എൻ്റെ അർത്ഥം? നിങ്ങളുടെ ചിന്തകളും പദ്ധതികളും അസാധ്യമായ കാര്യങ്ങളാണ്.
സ്വർഗത്തിൽ സന്തോഷം തോന്നത്തക്ക നിലയിൽ, ദൈവത്തിന് സന്തോഷിത്തക്ക നിലയിൽ, ആമേൻ, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഞാൻ ഒരുക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് പകൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, ആമേൻ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് സന്തോഷിക്കുന്നു, അവൻ ചിരിക്കുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? ഈ ദിനങ്ങളിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളായതുകൊണ്ട്, ആമേൻ, ശത്രുവേ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ജനമേ, ആമേൻ, കർത്താവിന് ഒരു ദൂതേ പറയുവാനുള്ളൂ, നിങ്ങളുടെ ആലോചനകൾ അപലമായി പോകും. എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയ ആലോചന അതുമാത്രം പ്രാവർത്തികമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതുകൊണ്ട് സ്വർഗം ചിരിക്കുകയാണ്. സ്വർഗം അവരെ നോക്കി പരിഹസിക്കുകയാണ്. എന്താണ്? നീ എന്തിനാണ് തന്ത്രങ്ങൾ മെനയുന്നത്? നീ എന്തിനാണ് ആ ദുരാലോചന ചെയ്യുന്നത്? എനിക്കും എൻ്റെ അഭിഷിക്തനും വിരോധമായി ഈ ഭൂമിയിലൊന്നും സംഭവിക്കുവാൻ, ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ഒരു നാളും ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 60-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്താൽ നമ്മൾ വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. നീ ലജ്ജിക്കാതിരിപ്പാൻ, നീ തലകുനിക്കാതിരിപ്പാൻ, നീ ജയാളിയായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ, ദൈവത്താൽ വലിയ വീര്യ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. The great miracle is going to happen in your life, which is beyond your imagination, beyond your expectation, beyond your prayer request. അതിനപ്പുറമായ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു വലിയ മിറക്കിൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ നിനക്ക് വിരോധമായ വൈരികളെ, ആമേൻ, എനിമീസിനെ ദൈവം തന്നെ മെതിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. ഒരർത്ഥത്തിലും നീ തലകുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അവർ പദ്ധതിയിൽ ഒരുക്കട്ടെ, അവൻ നിനക്ക് വിരോധമായി ചിന്തിക്കട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, അവൻ അവരെ പരിഹസിക്കുന്നു. കാരണം ഇതാ സ്വർഗീയ പദ്ധതിയുടെ ആരംഭം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലജ്ജിക്കാത്ത സാക്ഷികളായി നിലകൊള്ളണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? അല്ലെങ്കിൽ ഹൗ ക്യാൻ വി മേക്ക് ഷുവർ ദാറ്റ് God is going to give you a great deliverance in my life? I will not be put to be ashamed എന്ന് എങ്ങനെ എനിക്ക് നിങ്ങൾക്കും ഉറച്ചു പറയുവാൻ കഴിയും? ഹൗ യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ്? എങ്ങനെ അതിനായിട്ട് കഴിയും? എത്ര കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ? യെസ്, ഞാൻ തലകുനിക്കുകയില്ല, ദൈവം എന്നെ തലകുനിക്കാൻ അനുവദിക്കുകയില്ല. സ്തോത്രം. ഇനി പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഷുവർ ഒരു നാൾ നീ തല കുനിക്കുകയില്ല, ഒരു നാൾ ലജ്ജിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം വാക്യം. Psalms 34:5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Those who look to him. ആ വാക്കിന് വളരെ പ്രാധാന്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തെങ്കിലേക്ക് അല്ലാതെ മറ്റു മനുഷ്യരുടെ മുഖം നോക്കുന്നവർ ലജ്ജിച്ചു പോകും. എ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺലി ഓൺ ഗോഡ്. ആ ഉള്ളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പ്രാർത്ഥനയിൽ കടന്നു വരികയും നമ്മുടെ വഴികളിലേക്ക് പോവുകയും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും ഈ ഭൂമിയിലെ മനുഷ്യരിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നീ ലജ്ജിക്കാത്ത സാക്ഷിയായി ഭൂമിയിൽ നിലകൊള്ളണമെങ്കിൽ അവങ്കിലേക്ക് മാത്രം നീ നോക്കണം, ദൈവത്തിങ്കിലേക്ക് മാത്രം നീ നോക്കണം. സ്തോത്രം. എന്നെ കർത്താവിനെ ഓർമ്മപ്പെടുത്തി, ജോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് ഇടുമ്പോൾ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും എല്ലാം മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ആ കുഴിയുടെ ഭിത്തികളായിരുന്നു. ഒരു സഹായം വരണമെങ്കിൽ ആ കുഴിയിലിരുന്നു കൊണ്ട് അവൻ ഉയരത്തിലേക്ക് മാത്രമേ അവന് നോക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. പൊട്ടക്കുഴിയിൽ ജോസഫിനെ ദൈവം പഠിപ്പിച്ചു, അവങ്കിലേക്ക് നോക്കുക. ലുക്ക് അറ്റ് ഗോഡ്.
ഉയരത്തിലുള്ള ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. നിന്റെ അപ്പൻ്റെ നിലയങ്കിക്ക് നിന്നെ വിടുവിപ്പാൻ കഴിയുകയില്ല. നിന്റെ സഹോദരന്മാരുടെ ബാഹുല്യത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയുകയില്ല. നിന്നെ വിളിച്ചവനും നിനക്ക് ദർശനം നൽകി തന്നതിനുമായ ദൈവമായ യഹോവയ്ക്കല്ലാതെ നിന്നെ വിടുവിപ്പാൻ കഴിയുകയില്ല എന്നും അവനിൽ മാത്രം ആശ്രയിക്കണം എന്നുള്ള സ്റ്റഡി ബൈബിൾ ക്ലാസ്സാണ് പൊട്ടക്കുഴിയിൽ ജോസഫിന് ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലൊരു വിഷയം കടന്നു വരുമ്പോൾ ആ വിഷയമായി നിങ്ങൾ ഓടി വരേണ്ടത് ദൈവസഭയുടെ മുമ്പിലാണ്. നിങ്ങൾ അവങ്കിലേക്ക് നോക്കുകയാണ്. സ്തോത്രം. ദൈവസഭയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നീ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരികയാണ്. ദൈവസഭയിലെ മക്കൾ എല്ലാവരും കരം കോർത്ത് പിടിച്ച് ആ വിഷയം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ സറണ്ടർ ചെയ്യുകയാണ്. നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, വേറെ ഒരിടത്തും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല, അവങ്കിലേക്ക് മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ച 34 8-ാം വാക്യം എന്ന് പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. The person who really depend on him, he is the blessed man. അവൻ ലജ്ജിക്കുകയില്ല. നീ ഒന്ന് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഹൗ അവർ ഗോഡ് ഈസ് ഗുഡ്. ഒന്ന് രുചിച്ച് നോക്കിക്കേ. നീ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അവനിൽ തന്നെ ശരണം പ്രാപിക്കും. നിനക്ക് ജീസസ് എന്ന ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ നിന്റെ ജീവിതത്തിൽ ആവശ്യം ജീസസ് എന്നൊരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായി തീരുകയാണ്. ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധ നമ്മളെ ഉറപ്പെടുത്തി, മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നിനും നിങ്ങൾ ആശ്രയിക്കരുത്. ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺലി ഓൺ ഗോഡ്. അവങ്കിലേക്ക് മാത്രം നിങ്ങൾ നോക്കണം. ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 1. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ നിർത്തി. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ദൈവത്തിന് സ്തോത്രം. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന യഹൂദ പുരുഷന്മാർ നടുവിൽ വന്നിരിക്കുന്ന ഒരു വലിയ ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. സ്വർണ്ണബിംബത്തെ ഒരുക്കി കാഹളനാദങ്ങളും വാദ്യങ്ങളും കേൾക്കുമ്പോൾ രാജകൽപ്പന, ആ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആര് നമസ്കരിക്കാതിരിക്കുന്നുവോ അവനെ എരിയുന്ന തീച്ചൂളയിൽ വലിച്ചെറിയും. ഇവിടെ ഓർക്കണം, അവങ്കിലേക്ക് നോക്കേണ്ടവർ, രാജാവ് പറയുന്നു, നിങ്ങളിത് നോക്കേണ്ട സ്വർണ്ണബിംബത്തിലേക്കാണ്. നീ തലകുനിച്ച് ലജ്ജിച്ച് തകരുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതി. ദൈവത്തിലേക്ക് നോക്കേണ്ടവൻ ഈ ഭൂമിയിലൊരു ബിംബത്തെ, നമ്മൾ ആശ്രയിക്കുന്ന ചില മനുഷ്യരെ, നമ്മൾ ആശ്രയിക്കുന്ന ചില വ്യക്തികളെ, അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവരിലൂടെ എനിക്ക് വിടുതൽ വരും. ഇല്ല, വരില്ല. ഒരു ദൈവത്തിൽ നിന്ന് മാത്രമേ വിടുതലുള്ളൂ. സ്തോത്രം. നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം. എരിയുന്ന തീച്ചൂളയിലിടണം. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ, സ്തോത്രം, ഈ കൽപ്പന വന്നു. ഈ വാദ്യഘോഷങ്ങളുടെ നടുവിൽ ദൈവ പൈതങ്ങളായി വിളിക്കപ്പെട്ട ഈ 3 പുരുഷന്മാർ ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ല. ആമേ. ശുശ്രൂഷകന്മാർ ഇത് രാജാവിൻ്റെ ചെവിയിലെത്തിച്ചു. രാജകൽപ്പന മറത്തിരിക്കുന്നു. സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതെ രാജകൽപ്പന അവർ വിട്ടുമാറിയിരിക്കുന്നു. യഹൂദൻ
പുരുഷന്മാർ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല, രാജകൽപ്പന അനുസരിക്കുന്നില്ല. രാജാവ് കോപിച്ച് അവരെ വിളിച്ചു വരുത്തി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? ദൈവത്തിന് സ്തോത്രം. അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഒറ്റ സെന്റൻസിൽ പറയാമെങ്കിൽ, മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയായിരിക്കും, ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിലായിരിക്കും. എരിയുന്ന തീച്ചൂളെ ഞങ്ങൾ എരിഞ്ഞടങ്ങിയാലും അത് ദൈവനാമം മഹത്വമായി തീരും. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന യഹൂദ പുരുഷന്മാരാണ്. ഇനി അതിനൊരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഓർത്തുകൊള്ളണം, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ നിന്റെ നേരെ കടന്നു വരുമ്പോൾ നീ ഇന്നുവരെയും ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിലാണെന്ന് വെളിപ്പെടുത്തുവാനുള്ള മനസ്സില്ലാത്തവനായതുകൊണ്ടാണ് നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല ചോദ്യങ്ങളും നിന്റെ നേരെ ഉയർന്നു വരുന്നത്. ആമേൻ. നീ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിലായി ഭൂമിയിൽ വെളിപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവതമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും, ആമേൻ, ദൈവതമല്ലാത്ത ഒരു സംഭവങ്ങൾക്കും നിന്നെ കൂട്ടുചേർക്കുവാൻ ഈ ലോകം അനുവദിക്കുകയില്ല, ലോകം കൂട്ടാക്കുകയില്ല. അവർ പറയും, ഓ, അവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവൻ പ്രാർത്ഥിക്കുന്നവനാ, അവളെ വിളിക്കേണ്ട, അവൾ പ്രാർത്ഥിക്കുന്നവളാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ കൂട്ടാളികളായി തീരുകയില്ല. അവർ ദൈവ മക്കളാണെന്ന് നമ്മെക്കുറിച്ച് പറയുവാനുള്ള വലിയൊരു സാക്ഷ്യം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ഇടയായിത്തീർ. അതുകൊണ്ട് വ്യക്തതയോടെ അവർ പറയുന്നു, രാജാവ്, നീ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയത്തില്ലേ? ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തെ അല്ലാതെ ജീവിച്ചാലും മരിച്ചാലും അവങ്കിലേക്ക് മാത്രമേ ഞങ്ങൾ നോക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായും വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോ ആരാ നിങ്ങൾക്ക് അറിയാമോ? ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യത്തോട് വായിച്ചേ. 1-ാം അധ്യായം 4-ാം വാക്യം തൊട്ട്. അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ഈ രാജകൽപ്പന ഇസ്രായേൽ മക്കളിൽ നിന്ന് അംഗഭംഗമില്ലാത്തവരും ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളിൽ രാജ കുടുംബാംഗങ്ങളായിരിക്കുന്ന അതിൽ കുലീനന്മാരിൽ വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളും രാജസഭയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും. ബ്രെയിനാണ് ഭയങ്കരം, നല്ല സ്ട്രക്ചറാണ്, സുന്ദരന്മാരാണ്, ടെക്നോളജിയിൽ ഫില്ല് ചെയ്യപ്പെട്ടവരാണ്. ഓർക്കണം, പ്രശ്നങ്ങളുടെ നടുവിൽ അവർ ടെക്നോളജിയിൽ ആശ്രയിച്ചില്ല, അവരുടെ പഠിപ്പിൽ അവർ ആശ്രയിച്ചില്ല, അവരുടെ കഴിവിൽ അവർ ആശ്രയിച്ചില്ല, അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ ആശ്രയിച്ചില്ല, അവരുടെ ബ്രെയിൻ അവർ യൂസ് ചെയ്തില്ല. സ്തോത്രം. താഴേക്കടയിൽ കിടക്കുന്നവരല്ല ഈ യഹൂദ പുരുഷന്മാർ. ഇസ്രായേൽ മക്കളിൽ വെച്ച് ഏറ്റവും കുലീനന്മാരും ഏറ്റവും ശ്രേഷ്ഠന്മാരുമാണ്. രക്ഷപ്പെടുവാൻ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ടെക്നോളജി ഉപയോഗിച്ചിരുന്നെങ്കിൽ, എഡ്യൂക്കേഷൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അവരുടെ യോഗ്യത ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് പലതും പറയാമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ഇതൊന്നും ഉപയോഗിച്ചില്ല. സ്തോത്രം. അവർ പറഞ്ഞു, ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ ദൈവത്തെ മാത്രം സേവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായം 22 മുതലൊന്ന് വായിച്ചേ. അവരുടെ തീരുമാനത്തിന് നടുവിൽ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. വായിക്കാം. രാജകൽപ്പന കർശനമാക്കിയിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. ശ്രദ്ധിക്കണമേ, തീയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ പുരുഷന്മാർ തീർന്നു. ഇനി ഇവർക്കെന്ത് പറ്റി? ബന്ധിക്കപ്പെട്ടവരായി അവർ ഈ തീച്ചൂളയ്ക്കകത്തേക്ക് വീണു. അതിൻ്റെ മുകളിൽ പറയുന്നു, 7 മടങ്ങ് തീ കൂട്ടി തീയിലേക്ക് അവർ വീണു. തീയുടെ അറ്റം കൊണ്ടപ്പോൾ പുരുഷന്മാർ ഇല്ലാതായി. എന്നാൽ ഈ 3 പുരുഷന്മാർ ഇതാ എരിയുന്ന തീച്ചൂളയിലേക്ക് വീണു. വായിക്കാത്ത വാക്യം.
നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നുവെന്നും. ദൈവത്തിന് സ്തോത്രം. നീ ലജ്ജിച്ച് തല താഴ്ത്തി നിന്റെ ജീവിതം അവസാനിക്കുമെന്ന് 7 മടങ്ങ് തീയുടെ അനുഭവത്തിലും രാജകൽപ്പനയിലും രാജമുദ്രയിലും ആമേൻ ദൈവത്തിന് സ്തോത്രം. ആമേൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ ദൈവം കൃപ നൽകിയപ്പോൾ ഇതാ പറയുന്നു, നീ കടന്നു പോകുന്ന കഷ്ടതകളിലും തീച്ചൂളയുടെ നടുവിൽ ഇതാ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. 4-മൻ ദൈവപുരുഷനോട് അവന്റെ രൂപം ആമേൻ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തെ നിന്നെ കാണുവാൻ തക്കണം ഇടയായി തീരുകയാണ്. തീയുടെ അടുക്കലെത്തിയവൻ കരിഞ്ഞു മാറിയെങ്കിൽ അതിന് 27-ാം വാക്യത്തിലാണ് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. വായിക്കാം. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും, തീ പിടിച്ചില്ല, ദേഹത്തിന് തീ പിടിക്കാതെയും, അവരുടെ തലമുടി കരിയാതെയും, തലമുടി കരഞ്ഞില്ല, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും, അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നു. തീയുടെ മണം പോലും തട്ടാതെ. ഞാൻ എത്രത്തോളം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. തീയുടെ അരികിലെത്തിയ പുരുഷന്മാർ, ആരോഗ്യ ദൃഢഗാത്രന്മാർ കരിഞ്ഞുണങ്ങി മാറിയപ്പോൾ തീയിലേക്ക് വീണ പുരുഷന്മാരുടെ ദേഹത്ത് തീയുടെ മണം പോലും ഏൽക്കാതെ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ കടന്നു പോകുന്ന കഷ്ടതകൾ ഓർക്കുപോകാൻ പോലും കഴിയാതെ വണ്ണം, ആമേ അങ്ങൊരു കഷ്ടതയുടെ കടന്നുപോയ വ്യക്തിയാണെന്ന് പോലും തിരിച്ചറിയാതെ വണ്ണം ഒരു വിടുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോവുകയാണ്. അങ്ങനെ ഒരു കഷ്ടതയുടെ കടന്നുപോയ വ്യക്തിയാണെന്ന് നിന്നെക്കുറിച്ച് ആരും ഓർക്കാതെ വണ്ണം ദൈവം ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ പകരുവാൻ പോവുകയാണ്. ഇന്ന് പകൽ സ്വർഗം എന്താണ് ആഗ്രഹിക്കുന്നത്? ഡിപ്പെൻഡ് ഓൺലി ഓൺ ഗോഡ്, ഡിപ്പെൻഡ് ഓൺലി ഓൺ ഗോഡ്, ഡിപ്പെൻഡ് ഓൺലി ഓൺ ഗോഡ്. ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുന്നെങ്കിൽ നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം, സ്തോത്രം. എവറി മൊമെന്റ്, ഏത് സമയത്തും നീ ദൈവത്തിൽ ആശ്രയിക്കണം. ഏത് നേരത്തും നീ ദൈവത്തിൽ ആശ്രയിക്കണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2-ാമത് സങ്കീർത്തനം 119-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. സാംസ് 119:6. നിന്റെ സകല കൽപ്പനകളും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ വചനം അനുസരിക്കണം. അയ്യോ, ഒന്നുകൂടെ പറയാനുണ്ട്. വചനം മാത്രം നീ അനുസരിക്കണം. നിന്റെ സകല കൽപ്പനകളും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. Then I shall not be put to shame, having my eyes fixed on all your commandments. നിന്റെ വചനത്തിൽ മാത്രമാണ് എൻ്റെ കണ്ണുകൾ. നിന്റെ വചനം മാത്രം അനുസരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. സ്തോത്രം. എൻ്റെ 80-ാം വാക്യം എന്ന് വെച്ചാൽ 119:80. 80-ാം വാക്യത്തിൽ, ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തോട് അടുത്ത് വരുമ്പോൾ നിഷ്കളങ്ക മനസാക്ഷിയോടെ, നിഷ്കളങ്ക മനോഭാവത്തോടെ വരണം. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി നിൽക്കരുത്. ദൈവത്തോട് നിനക്ക് ചോദിക്കാം അറിയാത്ത കാര്യങ്ങൾ, പക്ഷേ ഒരിക്കലും നീ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഗോഡ് ബട്ട് നെവർ ക്വസ്റ്റ്യൻ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരിച്ചതും ദൈവശ്വാസീയമായതാണ് ദൈവവചനം. ഇറ്റ് കെയിം ഫ്രം ദ ഗോഡ്, അവർ ഗോഡ്. സോ നിനക്കത് ചോദ്യം ചെയ്യുവാൻ വ്യവസ്ഥയില്ല. ആ വചനത്തോടുള്ള ബന്ധത്തിൽ നീ വളരെ ഇന്നസെൻ്റ് ആയിരിക്കണം. റിസീവ് ദ വേർഡ് ആസ് ഇറ്റ് ഈസ്. വിക്കറ്റ് മൈൻഡോട് നീ വചനത്തോട് അടുത്ത് വരരുത്. ചോദ്യം ചെയ്തോട് നീ അടുത്ത് വരരുത്. കർത്താവ് നിന്റെ വചനം ഇങ്ങനെ പറയുന്നുവെങ്കിൽ അത് പൂർണ്ണമായും അനുസരിപ്പാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ടോട്ടൽ ഡിപ്പെൻഡൻസിൽ നീ ലജ്ജിക്കത്തില്ലെങ്കിൽ,
ടോട്ടൽ ഒബീഡിയൻസിൽ നീ ലജ്ജിക്കുകയില്ല. നീ വചനപ്രകാരമുള്ള ജീവിതം, വചനം ജഡമായതാണ് പുത്രൻ. ഒരു പുത്രനായി ഭൂമിയിൽ നീ ജീവിക്കുമെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്നവനെ പുത്രൻ എന്ന് വിളിക്കുന്നു. ആമേ, വചനപ്രകാരം ജീവിക്കാത്തവനെ എന്തെങ്കിലും വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ വചനം ജഡമായി തീർന്നത് പുത്രനായി തീർന്നെങ്കിൽ, അപ്പാ എനിക്കും അങ്ങയുടെ പുത്രനായി തീരുവാൻ വചനം മാത്രം അനുസരിപ്പാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ. Only to obey the word of God. Only to obey the word of God. മനുഷ്യർ പറയുന്നതോ സഭകൾ പറയുന്നതോ ഏതെങ്കിലും ജ്ഞാനികൾ പറയുന്നതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുവാൻ ഇടവരികയില്ല. എന്ത് വചനം പറയുന്നു അത് മാത്രം അനുസരിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 119:6 ഒരിക്കൽ കൂടെ വായിച്ചേ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. I am living a life according to the word of God. വചനത്തിൽ ഇല്ലാത്തത് അനുസരിക്കാതെയും വചനത്തിലുള്ളത് മാത്രം അനുസരിച്ചുകൊണ്ട് പോകുന്ന എനിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മത്തായി 7:24-25 വാക്കിൽ പറയുന്നു, എൻ്റെ വചനം കേട്ട്. മാത്യു 7:24-25. ആകിയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻ മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ള മനുഷ്യൻ, വചനം അനുസരിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യൻ. ബാക്കിയൊക്കെ അനുസരിക്കുന്നവൻ മണ്ടനായ മനുഷ്യൻ, ബുദ്ധിഹീനനെന്ന് വചനം പഠിപ്പിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, പാറമേൽ പണിത വീടായതുകൊണ്ട് കാറ്റും കോളും തിരമാലകളും മഴകളും വിവിധ പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ആഞ്ഞടിച്ചു. എന്നാൽ ആ ഭവനം വീഴുവാൻ ഒരു ആത്മവൈദ്യം ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. കാരണം പാറമേൽ പണിത വീട്. അവൻ വചനം കേട്ട് ചെയ്യുന്നവൻ, അനുസരിക്കുന്നവൻ ലജ്ജിപ്പാൻ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പനമ്മ പഠിപ്പിച്ചു, പിതാക്കന്മാരെ പഠിപ്പിച്ചു. ഇതൊക്കെ വചനപ്രകാരമാണോ എന്ന് പരിശോധിക്കണം. വചനമനുസരിക്കുന്നവൻ ബുദ്ധിമാൻ, വചനമനുസരിക്കുന്നവൻ ലജ്ജിക്കാത്ത സാക്ഷിയായ ദൈവത്തിൽ നിൽക്കും. അവൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എസ്തറിന്റെ പുസ്തകം 3-12-13 വാക്യങ്ങളൊന്ന് വായിക്കാം. ബുക്ക് ഓഫ് എസ്റ്റർ ചാപ്റ്റർ 3:12-13. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരവരുടെ ഭാഷയിലും എഴുതി അശ്ശൂരേശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. നിങ്ങൾക്കറിയാവുന്ന വേദഭാഗം വേണ്ട വേഗത്തിൽ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹാമാൻ ഒരുക്കിയ പദ്ധതി പ്രകാരം യഹൂദന്മാരായി കിടക്കുന്ന മനുഷ്യർ അവർക്ക് വിരോധമായി രാജകൽപ്പനയിൽ രാജമുദ്ര വെച്ചുകൊണ്ട് ആമേൻ സകല യഹൂദന്മാരെയും എന്നാണ് ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കണം. ഇല്ലാതാകണം. നീ നിന്റെ ഒരു തലമുറ പോലും ശേഷിക്കരുത്. നിന്റെ കുടുംബത്തിന് താഴ്വേർ തകർക്കണം എന്ന് പദ്ധതി ഒരുക്കി രാജമുദ്രയിട്ടു. സ്തോത്രം. ഒരു ഭാഗത്ത് യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള പദ്ധതി ഒരുങ്ങുമ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന അഭിഷിക്തൻ ഹാമാനെ കുമ്പിടുന്നില്ല എന്നുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിൽ ആമേൻ സ്തോത്രം 5-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ അതോടെ വായിക്കാം. 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയും ഇല്ല എന്ന് ഹാമാൻ പറഞ്ഞു. അതിന് അവന്റെ ഭാര്യ സേരസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. ദൈവജനത്തിന് നേരെയുള്ള പ്രശ്നങ്ങൾ, വ്യക്തിപരമായി മൊർദെഖായിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, രാജകൽപ്പന രാജമുദ്രയിൽ
വെളിപ്പെട്ടിരിക്കുന്നു. അതാത് സംസ്ഥാനങ്ങളിൽ അതാത് ഇടങ്ങളിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. 12-ാം മാസം 13-ാം തീയതി അതിനു മുമ്പിൽ നിന്ന് ഈ രാജ്യം വിട്ട് പോകുവാൻ താല്പര്യമുള്ളവർക്ക് പോകാമെന്നുള്ള ഒരു വലിയ വിളംബരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യഹൂദ ജനത്തെ മുഴുവൻ ആബാലവൃദ്ധൻ ജനങ്ങളെയും സ്ത്രീകളെയും കൂടെ കൊന്നുമുടിക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കുന്നു. ഒരു ഭാഗത്ത് മൊർദെഖായിയെ വ്യക്തിപരമായി ഇല്ലാതാക്കുവാൻ ഹാമാൻ കഴിമരം ഒരുക്കുന്നു. ഒരു ഭാഗത്ത് ശത്രുവിൻ്റെ പദ്ധതികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് പകലൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നു, when devil is planning his own ways, remember God is having a great plan about your deliverance. ശത്രു അവൻ്റെ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ഒരു വലിയ മഹത് പദ്ധതി, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ കുലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിടുതലായിട്ടുള്ള വലിയൊരു പദ്ധതി എൻ്റെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അവൻ അടങ്ങിയിരിക്കുകയല്ല. രാജകൽപ്പനയും മുദ്രയും പേപ്പറൊക്കെ നിനക്ക് കിട്ടിക്കാണും, പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ അപ്പൻ്റെ പദ്ധതി, നിന്നെക്കുറിച്ചുള്ള വലിയ ബൃഹത് പദ്ധതി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം എന്നറിയണം. അതിനൊരു റീസൺ ഉണ്ട്. അവിടെയാണ് മർമ്മം കിടക്കുന്നത്. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു? പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. പ്രൈസ് ഗോഡ്. ഭൂമിയിലെ ഒരു ന്യായപ്രമാണവും ഭൂമിയിലെ ഒരു ടീച്ചിങ്ങും ഉൾക്കൊള്ളാതെ ദൈവിക ന്യായപ്രമാണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ജനം നിന്റെ സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടക്കുന്നു. അവരെ ഇല്ലാതാക്കണമെന്നുള്ള ശത്രുവിൻ്റെ പദ്ധതി എന്തുകൂടെ നിനക്കെതിരെ വരുന്നറിയാമോ? നീ വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് സകല ശക്തിയോടും കൂടെ ശത്രു നിന്റെ നേരെ അടുത്ത് വരുമ്പോൾ നീ വചനപ്രകാരം ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സകല ശക്തിയോടും കൂടെ ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. സ്തോത്രം. ശത്രു നിനക്കെതിരെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നീ ലോക മനുഷ്യനെ പോലെയാണോ? നീ എന്താ ഇങ്ങനെ? സ്തോത്രം. ഇങ്ങനെയൊക്കെയല്ലേ ആകേണ്ടത്? പക്ഷേ യഹൂദന്മാർക്ക് പറയുവാനുണ്ട്, നിങ്ങളുടെ ന്യായപ്രമാണമല്ല ഞങ്ങളുടെ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയും പുള്ളിയും മാറിപ്പോകാത്ത ന്യായപ്രമാണമാ. അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഞാൻ കഴിയില്ല. അതങ്ങനെ അനുസരിക്കുന്നവരെയാണ് ആമേൻ ദൈവമക്കളായി സ്വർഗം അംഗീകരിക്കുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ വചനം ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണമെങ്കിൽ മരണം, ആമേൻ, ന്യായപ്രമാണത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് സ്വർഗം നിനക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ സ്വർഗം നിനക്ക് വേണ്ടി വൻ പദ്ധതി ഒരുക്കി ഈ ദിനങ്ങളിൽ നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. സ്തോത്രം. മൊർദെഖായിയെ വഴിയിലൂടെ കൊണ്ടുപോയി മാനിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക്. ആ ഭാഗം വായിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എസ്തർ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. ന്യായപ്രമാണത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവർക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്കൊന്ന് കാണണമോ? 7-ാം അധ്യായം 10-ാം വാക്യം. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴിമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹാമാൻ ഒരുക്കിയ കഴിമരത്തിൽ തന്നെ, മൊർദെഖായിക്ക് ഒരുക്കിയ കഴിമരത്തിൽ തന്നെ ഹാമാൻ മരിച്ചു വീണു. സ്തോത്രം. ദൈവം ചെയ്യ ആദ്യത്തെ പദ്ധതി, വ്യക്തിപരമായി ദൈവം നിന്നെ വിടുവിക്കും. സ്തോത്രം. വിടുവിച്ചതിനിലൂടെ സ്തോത്രം, നിന്റെ കുടുംബത്തെയും നിന്റെ കുലത്തെയും നിന്റെ സ്വന്തം ജനത്തെയും നിന്റെ നാട്ടിലുള്ള സകല ജനത്തെയും വിടുവിപ്പാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഈ ദിനങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുക. വ്യക്തിപരമായി അവൻ നിന്നെ വിടുവിക്കുന്നത് ഈ ദിനങ്ങളിൽ വലിയൊരു അത്ഭുതമായി മാറാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരുകങ്ങളുടെ പുറത്തു കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതു നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവർക്ക് സമ്പത്ത് കൊള്ളയിടുവാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം.
എന്ന് നിനക്കെതിരായുള്ള രേഖ കുറിച്ചു അതേ ദിവസം, അതേ സമയം, അതേ ഇടത്ത് തന്നെ ആമേൻ അധികാരികൾ നിനക്ക് വിരോധമായി എഴുതിയ രേഖകളെ മാറ്റി നിന്നെ അധികാരിയാക്കി ദൈവം മാറ്റുവാൻ പോകുകയാണ്. ദൈവം നിന്നെ അധികാരം നൽകുവാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. വചനപ്രകാരം ജീവിക്കണമെന്നുള്ള ഈ ന്യായപ്രമാണത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൻ പ്രകാരം ജീവിക്കണം തീരുമാനമെടുത്ത് ദൈവത്തിന്റെ പൈതലേ, നിന്നെ അവൻ അധികാരിയാക്കി മാറ്റുവാൻ പോകുകയാണ്. 9-ാമത്തെ 4-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും. ആമേൻ. ഈ രാജ്യത്തിൽ ഈ ദേശത്ത് വെച്ച് ദൈവം നിന്നെ മാനിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം നിന്നെ മാനിക്കുമ്പോൾ നിന്റെ കീർത്തി ഇവിടെ ഒതുങ്ങുവാനല്ല. അനേക രാജ്യങ്ങൾ, അനേക ഇടങ്ങളിൽ നിന്റെ കീർത്തി കടന്നു ചെന്നിട്ട് ഇതാ ദൈവം അനുഗ്രഹിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്ന ഒരു നന്മയുടെ അടയാളമായി, ഒരു അനുഗ്രഹത്തിന്റെ അടയാളമായി, ഒരു ഉയർച്ചയുടെ അടയാളമായി മൊർദെഖായിയെ മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി, വിടുതലായി, നന്മയായി, ഒരു സൗഖ്യമായി എന്റെ ദൈവം വെളിപ്പെടുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമെങ്കിൽ, രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടി. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി 15-ാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയിലെ സന്തോഷവും വിരുന്നും ഉള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു. സമയമില്ല. അടുത്ത വാക്യം പറയാമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ആദാർ മാസം 14-15-ാം തീയതി യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷം, വിലാപ ഉത്സവമായി തീർന്ന മാസമായിട്ട് ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷമുള്ള നാളും തമ്മിൽ സമ്മാനങ്ങൾ ദരിദ്രന്മാർക്ക് ദാനങ്ങളും കൊടുത്ത് അകശുരന്റെ സകല സംസ്ഥാന സമീപത്തും ദൂരത്തും ഉള്ള സകല യഹൂദന്മാർക്ക് ചട്ടമാക്കേണ്ടതിനും മൊർദെഖായിയെ അങ്ങനെ കൊടുത്തു. അന്ന് മുതൽ ഇന്ന് വരെയും അതൊരു ചട്ടമായി നിൽക്കുന്നു, നന്മയുടെ അടയാളമായി നിൽക്കുന്നു. ആദാർ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതി ഉത്സവ ദിനങ്ങളായി ആചരിക്കത്തക്ക നിലയിൽ നിന്റെ വിടുതലുകൾ ഉത്സവ ദിനങ്ങൾ ആചരിക്കത്തക്ക നിലയിൽ ഒരു നന്മയുടെ അടയാളമായി നിൽക്കുന്നത്. എന്താ കാരണം അറിയാമോ? അഹശ്വേരോശ് രാജാവേ, നിന്റെ സംസ്ഥാനങ്ങളിൽ അവിടെ ഇവിടായി വചനപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം ചിതറിക്കിടക്കുന്നു. അവരുടെ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗം ഇന്ന് പകൽക്കാലം നിന്നെയും വിടുവിക്കുമെന്ന് ആത്മാവിൽ ദൂത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ടോട്ടൽ ഒബീഡിയൻസ് ഓഫ് ഗോഡ്. ആമേൻ. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. പൂർണ്ണമായും വചനം അനുസരിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. 3-ാമത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം വാക്യം വേഗത്തിൽ വായിച്ച. മർക്കോസ് 8-ാം അധ്യായം 38-ാം വാക്യം. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. അതിനോട് ചേർത്ത് ലൂക്കോസ് 19:9-26 വായിച്ചു. ലൂക്കോസ് 9:26 കൂടെ ചേർത്ത് വായിക്കാം. 26. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യെരുശലേമിൽ, യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ എല്ലാ അറ്റത്തും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജോലിക്ക് പോവുക, കിടന്നുറങ്ങുക, പള്ളിയിൽ പോവുക, കിടന്നുറങ്ങുക, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുക. ഇതല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. നിന്നിൽ വെളിപ്പെട്ട ദൈവകൃപ, വെളിപ്പെടാതിരിക്കുന്ന ജീവിതങ്ങൾ, നശിച്ചു പോകുന്ന ജീവിതങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ, തകരുന്ന ജീവിതങ്ങൾ, ആരെ ആശ്വസിപ്പിക്കുന്ന കരയുന്ന ജീവിതങ്ങൾക്ക് മുമ്പിൽ ഒരു ആശ്വാസമായി വെളിപ്പെടുവാൻ നിന്നെ വിടുവിച്ച ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഉത്തമ സാക്ഷിയായി ഭൂമിയിൽ ജീവിക്കുവാൻ ആര് തീരുമാനമെടുക്കുന്നു അവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആരെങ്കിലും അതിന് ലജ്ജിച്ചാൽ
അവിടെയും ഞാൻ നിന്നെ ലജ്ജിപ്പിക്കും. ഇവിടെ ആരേറ്റു പറയുന്നുവോ, ഇവിടെ ആര് പിതാവിന്റെ നാമത്തെ ഏറ്റു പറയുന്നുവോ, ആര് പുത്രനെ ഉൾക്കൊള്ള ഏറ്റു പറയുന്നുവോ, അവിടെ വെച്ച് ഞാൻ അവരെ ഏറ്റു പറയും. ഇവിടെ ആര് നാണിക്കുന്നു ലജ്ജിക്കുന്നുവോ, അവിടെയും വെച്ച് ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ ജീവിക്കണം. ബീയിങ് എ ഗുഡ് ടെസ്റ്റിമണി ഓഫ് യുവർ ലവിങ് ഗോഡ്. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കണം, നിന്റെ വാക്കുകൾ ഒരു സാക്ഷ്യമായിരിക്കണം, നിന്റെ അനുഭവങ്ങൾ ഒരു സാക്ഷ്യമായിരിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, ഇവിടെ നിൽക്കുവല്ല, അനേക ഊരുകളിൽ എനിക്ക് പോയി പ്രസംഗിക്കണം, അനേക പട്ടണങ്ങളിൽ എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായി തീരണം. ഇതിനായിട്ടല്ലോ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. നിന്നെ ക്രിസ്തുവിലേക്ക് ദൈവം നയിച്ചത്, നിന്നെ പുതിയ സൃഷ്ടിയാക്കിയത് ഏതെങ്കിലും സഭയുടെ മെമ്പറായി ഇരിപ്പാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ജോലി സ്ഥലത്ത് മാറിയിരിക്കാൻ വേണ്ടിയല്ല, പിന്നെ ഉറങ്ങി വിശ്രമിച്ച് ജോലി ചെയ്ത് നിന്റെ ഇഷ്ടം പോലെ ജീവിപ്പാൻ വേണ്ടിയല്ല. സ്വർഗത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ. ആമേൻ. സ്വർഗത്തിന്റെ സാക്ഷിയായി ജീവിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. സാക്ഷിയാകുവാൻ ചില ക്വാളിറ്റീസ് ആവശ്യമാണ്. ഒന്നാമത്തെ എന്താണ് ക്വാളിറ്റി ആവശ്യം? എങ്ങനെ ആയിരിക്കണം നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയായി തീരേണ്ടത്? സ്തോത്രം. റോമാലേഖനം 1:16 ഒന്ന് വായിക്കാം. നീ കർത്താവിനെ സാക്ഷീകരിക്കാൻ പോകുമ്പോൾ എന്താണ് നിന്റെ മനോഭാവം? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. മതി. സുവിശേഷത്തെക്കുറിച്ച് നീ ലജ്ജിക്കരുത്. ദൈവമക്കളെ, 2005 മുതൽ കൃപയാൽ കുടുംബമായി കർത്താവിന്റെ സുവിശേഷ വേല നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അനേക ഭവനങ്ങളിൽ നിന്ന് മോശം വാക്കുകൾ, പുറത്ത് പറയാൻ കൊള്ളാത്ത വാക്കുകൾ, തല്ലുവാൻ അടുത്തു വന്ന അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഒത്തിരി അനുഭവങ്ങൾ പറയുവാറുണ്ട്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആ അനുഭവങ്ങൾ അത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സുവിശേഷ ഓർത്തിരിക്കും ഒരു ലജ്ജയുമില്ല. നിങ്ങളെപ്പോൾ വിളിച്ചാലും എവിടെ വിളിച്ചാലും കർത്താവിനെ കുറിച്ച് പറയുവാൻ ഒരു മടിയുമില്ല. സ്തോത്രം. ഒരു വലിയ പുൽപ്പിറ്റല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി ഒരു വ്യക്തിയോടെങ്കിലും എൻ്റെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഇന്ന് പകൽ അവസരം ലഭിച്ചാൽ അതിൽ സന്തോഷിക്കുന്ന വലിയ കൃപയാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നത്. അനേക ആത്മീയ മൂല്യച്യുതികളുടെ നടുവിൽ ഞങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കളഞ്ഞാലും ഭൂമിയിലെ സകലം നഷ്ടപ്പെട്ടു പോയാലും സുവിശേഷീകരണത്തിനുള്ള കൃപ ഒരു നാളും ഞങ്ങളുടെ കുടുംബത്തിൽ എടുത്തു കളയരുതെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചതാണ് ഞങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പൂർണ്ണ മഹത്വം കരയറ്റുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയുമില്ല. എത്ര നിന്ന കേട്ടാലും എത്ര പരിഹാസം കേട്ടാലും ലജ്ജിക്കത്തില്ല ദൈവമക്കളെ. കാരണം ഞാനും എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ തലമുറയ്ക്കോ ഈ പുസ്തകം പിടിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. നീണ്ട നാളുകൾ എതിർത്തു നിന്നാൽ ദൈവം ഞങ്ങളെ മാറോട് ചേർത്തതുകൊണ്ട് ഒരു ലജ്ജയുമില്ല. സുവിശേഷീകരണത്തിന് സാക്ഷിയായി തീരുന്നവൻ അവൻ ഇതിനെ ഓർത്ത് ലജ്ജിക്കരുത്. ഡോണ്ട് ബി അഷെയിംഡ്. കാരണം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുവാൻ കഴിയും. സമ്പത്തുള്ളവന് പലതും കൊടുക്കുവാൻ കഴിയും. എന്നാൽ സമ്പത്തുള്ളവനും പണ്ഡിതനും പാമരനോ അല്ലെ ഒരു മനുഷ്യനും കൊടുക്കുവാൻ കഴിയാത്ത സ്വർഗത്തിലെ ഗുപ്തനിധികൾ ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന മഹനീയ ശുശ്രൂഷ ഉടമയാണ് സുവിശേഷകൻ. അതുകൊണ്ട് നീ സുവിശേഷം ഓർത്ത് ലജ്ജിക്കരുത്. സ്തോത്രം. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ് ഈ ഭവനത്തിലിരുന്നു. പക്ഷെ അകത്ത് തീ കത്തുന്നവന് കൊറോണ എന്നൊരു വിഷയമല്ല. അവൻ ഓടും, ഒരു പേപ്പട്ടിയെ പോലെ ഓടും. അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അടുത്തൊരുവനോട് സത്യം അറിയണം, അടുത്തൊരുവനോട് വിശ്വാസത്തിൽ കടന്നു വരണം, അവനും രക്ഷ പ്രാപിക്കണം. അവൻ സുവിശേഷത്തോർത്ത് ലജ്ജിക്കരുത്. 2 കൊരിന്ത്യർ ലേഖനം 9:16-17 വായിക്കാം. 1 Corinthians 9:16-17. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കും. സുവിശേഷീകരണത്തിന് പോകുന്ന വ്യക്തി, സാക്ഷിയാകുവാൻ വിളിക്കപ്പെടുന്നവൻ, സാക്ഷിയാവാൻ തീരുമാനമെടുക്കുന്നവൻ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം.
സ്തോത്രം. എനിക്കൊരു ദർശനം കിട്ടട്ടെ, ദൈവം എന്നോട് സംസാരിക്കട്ടെ. ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ ഞാൻ പോകാമെന്ന് പറയുന്നതിന് ഒരു നാളും പോകുകയില്ല. കാരണം ഒരു ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് തന്നിരിക്കുന്നു. പോയി കർത്താവിൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കുക. ഇനി അതൊരു ദർശനം ദൈവം നിനക്ക് തരികയില്ല. കാരണം ലോകത്തോട് അവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ സുവിശേഷ വേലയ്ക്കായി പോകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന്. മത്തായി 28:18 വാക്യങ്ങൾ വായിക്കേണ്ട. ആമേൻ. നിങ്ങൾ വായിക്കാമെങ്കിൽ കാണുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം. അവൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഞാൻ പോയില്ലെങ്കിൽ ആര് പോകും? ആരും പോയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് തീരുമാനമുള്ളവനായിരിക്കണം സുവിശേഷകൻ. ദൈവത്തിന് സ്തോത്രം. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും തള്ളി, ബ്രദറെ വാ ഇറങ്ങി കർത്താവിന് വേല ചെയ്യേ, ആർക്ക് വേണ്ടെന്നേ. ജീവനുള്ള നായ ചത്ത സിംഹത്തെക്കാളും ശ്രേഷ്ഠമെന്ന് വചനം പഠിപ്പിക്കുന്നു. അവൻ സിംഹം പക്ഷെ ചത്തിരിക്കുക, പക്ഷേ ആ പട്ടിക്ക് അവനേക്കാളും വിലയുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഓർത്തോ, ദൈവം നിന്നെ കർത്താവിൻ്റെ സുവിശേഷത്തെ വിളിച്ചിരിക്കുക. ആമേ, അടങ്ങിയിരിക്കരുത്. നീ സ്വന്തമായി പറയണം, ഞാൻ പോയില്ലെങ്കിൽ ആര് പോകും? അടുത്തത് പറയണം, ആരും പോയില്ലെങ്കിലും ഞാൻ പോകും. ദൈവം അതിനായി എന്നെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഇനി 2 കൊരിന്ത്യർ 10:8 വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 10:8. അവിടെ കാണാൻ കഴിയുന്ന അടുത്തൊരു മനോഭാവം. നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം അറിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്നോട് നേരിടുന്ന വ്യക്തി ചിലപ്പോൾ നിന്നെ തല്ലുവാൻ വന്നെന്ന് വരാം, നിന്നെ ചീത്ത വിളിച്ചെന്ന് വരാം, നിന്നെ പരിഹസിച്ചെന്ന് വരാം, നിന്നെ ഏറ്റവും വെടക്കാക്കിയെന്ന് വരാം, നീ പറയുന്നൊന്നും ഉൾക്കൊണ്ടില്ലെന്ന് വരാം. പക്ഷേ നിന്റെ മനോഭാവം ഓർത്തുകൊള്ളണം. അവൻ്റെ അടുക്കിലേക്ക് ദൈവം നിന്നെ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം അവനെ ഇടിച്ചു കളയുവാനല്ല, അവനെ പണിതെടുക്കുവാനുള്ള. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കയറി അവർ ചീത്ത വിളിച്ചെങ്കിൽ ഇറങ്ങിച്ച് പറയും, ഈ പ്യാശ പിടിച്ചെൻ്റെ വീട്ടിൽ തന്നെ കയറിയല്ലോ എന്ന് നീ പറയരുത്. നിന്റെ ആദരത്തിൽ നിന്നൊരു വാക്ക് അവനെ ഇടിച്ചു കളയും. ആ നിന്ന കേട്ട് നീ പുറത്തു വരുമ്പോൾ നീ പറയണം, ദൈവമേ ഈ ഭവനത്തിൽ അയച്ചല്ലോ, അതിനായി നന്ദി പറയുന്നു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഈ എന്നെ ചീത്ത വിളിച്ച, എന്നെ ഇറക്കി വിട്ട, എനിക്ക് വിരോധമായി സംസാരിച്ച, എന്നെ പരിഹസിച്ച ഈ സഹോദരൻ, ഈ സഹോദരിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ കുടുംബത്തെ, ആ വ്യക്തിയെ കർത്താവിലേക്ക് അങ്ങ് ആദായപ്പെടുത്തുവാൻ പോകുന്നതിനായി ഞാൻ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആ മനോഭാവം എന്തുവാ? നമ്മൾ പറഞ്ഞ് കേട്ടില്ലേ, പിന്നെ അവനോട് അങ്ങ് ദേഷ്യമാണ്. സ്തോത്രം. നീ എന്നാ അനുസരിച്ചത്? നീ എന്നാ ഉൾക്കൊണ്ടത്? ഇത് 19 വർഷം മറുത്ത് മത്സരിച്ചവനാ ഞാൻ, 19 വർഷം എതിർത്തുന്നവനാ ഞാൻ. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളത്തിൽ കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ക്ഷമയോടെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കാത്തു നിന്നെങ്കിൽ, ക്ഷമയോടെ ദൈവം നിന്നെ ഒരു അടുക്കിലേക്ക് അയക്കുന്നത് അവനെ പണിതെടുക്കുവാൻ വേണ്ടിയാ. ആ വലിയ മനോഭാവത്തോടെ നീ പോകണം. നിന്റെ വാക്കുകൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ ഈഗോ കൊണ്ട് നിന്റെ ആ യാത്ര അവനെ തകർത്ത് കളയരുത്. നീ പോകേണ്ടത് അവനെ പണിതെടുക്കുവാനുള്ള മനോഭാവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 1:11-12 വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. 2 തിമോത്തി chapter 1:11-12 വായിച്ചോട്ടെ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. സുവിശേഷീകരണത്തിനായിട്ട് എന്നെ നിയമിച്ചിരിക്കുക ദൈവം. എനിക്ക് ഉറപ്പുണ്ട്, ഐ ആം an appointed person to spread the gospel, to convey the good news. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം ഞാൻ ആരെയാണ് സേവിക്കുന്നതെന്നും അവസാനത്തോളം എനിക്കുള്ള സകലത്തെയും ലജ്ജിക്കാതെ സൂക്ഷിപ്പാൻ അവൻ വിശ്വസ്തനെന്നും ഈ കഴിവുള്ളവനെന്നും ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഈ സുവിശേഷീകരണം എൻ്റെ ജീവശ്വാസമായി ഞാൻ കാണുന്നു.
ആ സുവിശേഷം എന്ന് അവസാനിക്കുന്നുവോ അന്ന് എൻ്റെ ആത്മമനുഷ്യൻ മരിച്ചുവെന്ന് ഞാൻ എന്നെ തന്നെ എണ്ണുന്നു. അതുകൊണ്ട് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കർത്താവ്, അതിൽ നിന്ന് ഒരു പടി പോലും ഞാൻ പിന്നോട്ട് പോകുകയില്ല. ഇതിൽ ഞാൻ ലജ്ജിക്കുകയില്ല. ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് കർത്താവിനായി ഇറങ്ങിത്തിരിക്കും. കടന്നു പോകുന്ന ജീവിതങ്ങളെ പണിതെടുക്കുവാൻ എത്രത്തോളം നിന്ന് സഹിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ സഹിക്കുവാൻ തയ്യാറാകുവാൻ, സാക്ഷിയായി നിൽക്കുവാൻ തീരുമാനമുള്ളവൻ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളമാക്കി എന്നെ മാറ്റണമേ. എങ്ങനെ മാറാൻ കഴിയും? നീ പൂർണ്ണമായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നീ പൂർണ്ണമായി ദൈവവചനം മാത്രം അനുസരിക്കുക. ഫോളോ ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ്. നീ പൂർണ്ണമായും ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ തീരുമാനമെടുക്കുക. I will testify my living God. I love my Father. I love my Almighty Father. He is the provider. ഞാൻ അവന് വേണ്ടി എൻ്റെ ആദരം തുറന്നില്ല എങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി എൻ്റെ ആദരം തുറക്കും? പോഷ്ക്ക് പറഞ്ഞ, മ്ലേച്ഛത സംസാരിച്ച, ആമേൻ സ്തോത്രം, ആമേൻ മറ്റുള്ള കുറ്റം പറഞ്ഞ, ആമേൻ പാപത്താൽ പങ്കിലമായ എൻ്റെ ആദരത്തെ, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വിട്ടുകൊടുത്തില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. പെന്തിക്കോസ് സഭക്കാരനായി, പെന്തിക്കോസ് സഭയിലെ മെമ്പറായി, ആമേൻ ഒരു സുവിശേഷീകരണത്തിനായി ചൂടുവെക്കാൻ കഴിയാത്തവനായി നീ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പരാജയത്തിൻ്റെ പാതയിലാണ്. ഇന്ന് പകൽ ലജ്ജിക്കാത്ത സാക്ഷിയായി തലയുയർത്തി നിന്നെ നിർത്തുവാൻ സ്വർഗത്തിന് പ്ലാനുണ്ട്. ആമേൻ നിന്നെ ഒരു നന്മയുടെ അടയാളമായി, ആമേൻ നിന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി, നിന്നെ ഒരു വിടുതലിൻ്റെ അടയാളമായി, നിന്റെ സ്നേഹത്തിൻ്റെ അടയാളമായി, നിന്നെ ഒരു അടയാളമായി, ആമേൻ നിന്റെ ഭവനം, നിന്റെ ദേശത്ത് അറിയപ്പെടാൻ പോകുന്നത്, ആമേൻ സ്തോത്രം, നിന്റെ ദേശം അറിയപ്പെടാൻ പോകുന്നത് നിന്റെ ഭവനത്തിലൂടെയാണ്. ആമേൻ നിന്റെ ഭവനത്തിലൂടെ നിന്റെ ദേശം അറിയപ്പെടാൻ പോവുകയാണ്. ഇന്ന ഭവനമുള്ള ദേശം, ഇന്ന വ്യക്തിയുള്ള ദേശം, ആമേൻ ദൈവനാമത്തിൻ്റെ മഹത്വപ്രകാരം ദൈവം നിന്നെ, ആമേൻ ഉയർത്തുവാൻ പോവുകയാണ്. മേൽക്കുമേൽ മൊർദെഖായെ മഹാനാക്കിയതുപോലെ, ദൈവത്തിന് സ്തോത്രം, തിരിയുന്ന തീച്ചൂളയിൽ നിന്ന് യഹൂദ പുരുഷന്മാരെ വെടിവെച്ചതുപോലെ, ആമേൻ ദൈവത്തിന് സ്തോത്രം, ലജ്ജിക്കാത്ത, ആമേൻ ഉറപ്പ് നിശ്ചയമുള്ള, അനേകരെ പണിതെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു നല്ല സാക്ഷിയെ പോലെ ഇന്ന് പകൽക്കാലം മുന്നേറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ലജ്ജിക്കാത്ത സാക്ഷിയായി നിന്റെ കുടുംബത്തിൽ, ചാർച്ചക്കാർ നടുവിൽ, നിന്റെ ദേശത്ത്, സഭയിൽ നീ എവിടെല്ലാം തലകുനിച്ചുവോ അവിടെ തലയുയർത്തി നിർത്തുവാൻ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഈ ദിനങ്ങളിൽ നിന്റെ ഭവനത്തിൽ, കുടുംബത്തിൽ വെളിപ്പെടും. ആമേൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണമായി വചനം അനുസരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണമായി ദൈവവേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുമെന്നുള്ള വലിയ തീരുമാനത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് എന്നെയും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.